ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. എന്തോന്നല്ലേ ഇത്? ഒരു പാതിരാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നവരാണല്ലോ എല്ലാത്തിന്റെ സംസാരം. നിന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും ഇട കൂടെ ഒപ്പിക്കുന്നു. ഞാൻ ഇട കൊടുപ്പിച്ചെന്നാ? ഞാനാ? നീ വിളിച്ചപ്പോഴേ എനിക്കറിയാത്ത ഞാൻ എന്തോ വലിയ കാട്ടുപള്ളി കയറി പിടിക്കാൻ പോകും. നല്ലേ ബ്രേക്കപ്പിന്റെ കാര്യം പറയാൻ പോലെ ഇപ്പൊ തന്നെ വന്നേക്കാം. റെഡി? സമയം നീ ചുമ്മാ പറയണല്ലേ ഞാൻ കേശു. എന്ത് അഥവാ ഡാഡി എങ്ങാനും പിടിക്കാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടാ നീ വന്നേന്ന് പറയല്ലേ. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാന്ന് പറഞ്ഞാ മതി. വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാടാ. ക്ഷമിക്കേ. ഓപ്ഷൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ തന്റെ വീട്ടുകാരുടെ കാര്യം തീർന്ന് വരും. പടവലത്തൂന്ന് നെയ്യാറ്റിങ്ങരൊക്കെ പടകളവി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ എന്റെ ഡാഡി നിന്നെ മറവ് ചെയ്തോളൂ. എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. കേസ് ക്ലോസ്ഡ്. ഫസ്റ്റ് ക്ലാസ് ബ്യൂട്ടിഫുൾ. നീ അങ്ങേറെ മോള് സന്നടി. എനിക്കിവിടെ വയറ് വിശക്കട് കത്തനിവിടെ. ഞാൻ ജനിച്ചതിന് ശേഷം ഇന്നേ വരെ ഇത്ര നേരം വിശന്നിരുന്നിട്ടില്ല. നോയിക്കൊണ്ടിരിക്കാതെ പോയി വല്ലതും കഴിക്കാൻ എടുത്തോണ്ട് പോവാ പൊന്നു കൊച്ചേ. അയ്യോ കഴിക്കാതെടുക്കാനൊന്നും പറ്റൂല. ഡാഡി പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഇറങ്ങിയാ ഡാഡി ശ്രദ്ധിക്കും. പണിയോ? എനിക്ക് നേരത്താണോ? എന്തായാലും തന്റെ ഡാഡി ഒരു മണിയൊക്കെ ആകുമ്പോ ഉറങ്ങുമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാം. കേശു, ചെറിയൊരു പ്രശ്നമുണ്ട്. ഡാഡിയെ 2 പുലിക്കുട്ടികളെ തുറന്നുവിട്ടിട്ടുണ്ട്. പുലിക്കുട്ടിയാ? 2 ഡോഗ്സ്. കേട്ടില്ലേ? പുറത്തേക്ക് ഇറങ്ങിയ കടിച്ചു കയറും. ഞാനേ ഈ ബെഡ്ഷീറ്റ് എടുത്തത് തലയിൽ കൂടെ കെട്ടിട്ടേ ഇറങ്ങി ഓടാ വിളിച്ചോണ്ട്. പക്ഷേ ഒരു കാര്യണ്ട്. ഡാഡി എങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാ നിന്നെ വെടിവെച്ചു കൊള്ളാൻ ബെസ്റ്റ് റീസൺ അതാ. എടാ കള്ളം കയറിയോണ്ട് സ്വയരക്ഷയ്ക്ക് വെടിവെച്ചു വന്നു. കേസ് സിമ്പിൾ ആയിട്ട് ക്ലോസ് ആയി പോവും. അപ്പൊ നീ ഇത്ര നേരം അതൊക്കെയായിരുന്നല്ലേ ഇവിടെ പ്ലാൻ ചെയ്തോണ്ട്? നീ ഒരു കാര്യം ചെയ്യും, പോയാ തോക്കും എടുത്തോണ്ട് വരൂ. എന്തിനാ? സ്വന്തമായിട്ട് വെടിവെച്ചങ്ങ് ചാവാനാ. ടെൻഷൻ അടിച്ചിട്ട് ചാവണ്ടല്ലോ. എന്താ കേശു? എടാ ഞാൻ കാര്യം പറഞ്ഞല്ലേ. അയ്യോ മമ്മി ആയിരിക്കും. പോയി തുറ മോളെ. മോളെ ഈ റൂമിൽ എന്തെടുക്കുക? മൊബൈല് കുത്തിയിരിക്കാവൂല്ലേ? നീ നിന്റെ റൂമിൽ പോയി കിടക്കാൻ നോക്കി. സമയം എത്രയെന്ന് വിചാരം? ഡാഡി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ ഞാൻ പോവാ. നീ തൽക്കാലം ഇവിടെ എങ്ങനെ കിടക്ക്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. കേശു ഗുഡ് നൈറ്റ്. അമ്മായി, അമ്മൂമ്മയുടെ കിടപ്പ് തന്നെയാ. വയ്യെന്നാ തോന്നുന്നേ. എന്റെ മോനെ കാണാനില്ലെന്നും പറഞ്ഞ് കരയുക. നമ്മൾ എന്ത് ചെയ്യും? എന്റെ പൊന്നു പാറു, നീ ഇങ്ങനെ പറഞ്ഞ എന്നെയും കൂടെ ടെൻഷൻ ആക്കാതെ. നമുക്കേ മെർലിനെ ഒന്നും കൂടെ വിളിച്ചു നോക്കാം. എടുത്തിട്ട് എന്ത് പറയും?
ഹലോ അമ്മായി. മെർലിനെ ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ കേശു വിളിക്കോ മെസ്സേജോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ അമ്മായി. ഞാനേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനെ വിളിക്കാം. അല്ല മെർലിനെ, കേശു ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എവിടെയെങ്കിലും പെട്ടുപോയോന്ന് അറിയത്തില്ല. മെർലിനെ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ അറിയിക്കാം അമ്മായി. മെർലിനെ വേറെ ആരും വിളിച്ച് പറയണ്ട, എന്നെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അതെ അമ്മായി, ഇവിടെ ഹലോ ഹലോ മെർലിനെ. അല്ല, ഒന്നുമില്ല. ഞാനേ അമ്മേനെ വിളിക്കാം കേട്ടോ. എന്റെ പൊന്നു മെർലിനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മായി, പ്രശ്നമൊന്നുമില്ല. ഞാനേ വിളിക്കാം. വിളിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ ശരി. എന്തു പറഞ്ഞേ? വിളിക്കാന്ന്.